ഇസ്രയേലിന് കനത്ത തിരിച്ചടിയാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് വരുന്നത്. അത് സത്യമാണോ ശരിയുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. ആ വാർത്തയുടെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ വെച്ച് തരാം. നിങ്ങൾ ഓരോരുത്തരും വീഡിയോ സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു വീഡിയോ കാണണം. 1998 ഒരാൾ പ്രസംഗിച്ചു. ഏകദേശം 3 മിനിറ്റിൻ്റെ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം എന്താണോ പറഞ്ഞത് അത് കറക്റ്റായിട്ട് ഇന്ന് സംഭവിക്കുകയാണ്. അതായത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറാന് ആദ്യം ആക്രമിക്കുന്നത് ഖത്തറിൻ്റെയും സൗദി അറേബ്യയുടെയും അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലായിരിക്കുമെന്ന് 1998 അദ്ദേഹം പ്രസംഗിച്ചത്. മലയാളിയാണ്. അദ്ദേഹം എങ്ങനെയാണോ പ്രസംഗിച്ചത് അത് മണിമണിയായിട്ട് ഇന്ന് നടക്കുന്നു എന്നാണ് ജനങ്ങൾ ഞെട്ടലോടുകൂടി കേൾക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസംഗം ഞാൻ വെച്ച് തരാം. അതിനു മുമ്പ് പറയുകയാണ്, ഇസ്രായേലിന് കനത്ത തിരിച്ചടിയാണ്. ഈ വീഡിയോ നിങ്ങൾ കാണണം. അതായത് സൈഡിൽ കാണുന്ന ഈ വീഡിയോ ഉണ്ടല്ലോ, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഫ്ലാറ്റ് തകർക്കുകയാണ് ഇറാന്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വീട് തകർക്കുകയാണ്. ആ വീടിനുള്ളിൽ ബെഞ്ചമിൻ നെതന്യാഹു ഉണ്ടെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഡെഡ് ബോഡി പോലും കിട്ടൂല എന്നാണ് നിലവിൽ കിട്ടുന്ന വലിയ ഒരു മഹത്തായിട്ടുള്ളൊരു വാർത്ത. നിങ്ങൾ ഇതും ഒന്ന് കാണണം. അതായത് US-ൻ്റെ 27 കേന്ദ്രങ്ങളിൽ ഇറാനിൻ്റെ ആക്രമണം. ഇറാൻ മിണ്ടാണ്ടിരിക്കുമോ? ഇറാനിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഇറാനിൻ്റെ എല്ലാവരും മരിച്ചു കഴിഞ്ഞു. അവർ മിണ്ടാണ്ടിരിക്കുമെന്നാണ് ഇസ്രായേൽ വിചാരിച്ചത്. ഇസ്രായേലിലെ പൗരന്മാർ പ്രാർത്ഥിക്കുകയാണ്, മാപ്പ് ചോദിക്കുകയാണ് ഇറാനിനോട് ഇസ്രായേലിലെ ജനങ്ങൾ ചോദിക്കുകയാണ്, ഞങ്ങൾക്കറിയില്ല ഇറാനെ, ഞങ്ങൾ ആക്രമിക്കരുത്. ബെഞ്ചമിൻ നെതന്യാഹു എന്ന വൃത്തികെട്ടവൻ കാരണം ഞങ്ങൾക്ക് ഒരു ദിവസം പോലും കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല എന്ന് ഇസ്രായേലിലെ പൗരന്മാർ പറയുകയാണ്. അതായത് ബെഞ്ചമിൻ നെതന്യാഹു എന്ന് ഇസ്രായേൽ ഭരിക്കാൻ തുടങ്ങി അന്ന് മുതൽ തുടങ്ങിയതാണ് യുദ്ധം. അതായത് ഇസ്രായേലിലെ സാധാരണക്കാരായ പൗരന്മാർ ഒരു ദിവസം പോലും നമ്മളെപ്പോലെ പേടിക്കാതെ, നമ്മളിപ്പോൾ കിടന്നുറങ്ങുമെന്തെങ്കിലും പേടിക്കുന്നുണ്ടോ? ഇല്ല. കാരണം നമുക്ക് ഒരു പേടിയുമില്ല. നമ്മുടെ നാടിന് ഒരു വെടിയുണ്ടയും വരൂല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം അത്രയും സുരക്ഷിതമാണ് ഇന്ത്യ. നേരെ മറിച്ചിട്ട് ഇസ്രായേൽ അങ്ങനെയല്ല. ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഇറാൻ മാത്രമല്ല, ഇസ്മുള്ള ആക്രമിക്കുന്നുണ്ട്, ഫലസ്തീൻ ആക്രമിക്കുന്നുണ്ട്, ഇപ്പോൾ ഇറാൻ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു സ്വസ്ഥത ഇല്ല എന്നതാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന് എന്തായി? ബെഞ്ചമിൻ നെതന്യാഹു പറയുകയാണ്, എത്രയും പെട്ടെന്ന് ആക്രമിക്കൂ എന്ന് പറഞ്ഞിട്ട് ബെഞ്ചമിൻ നെതന്യാഹു എവിടെയെങ്കിലും ഒളിക്കുകയാണ്. ഇപ്പോൾ നാട്ടിലില്ല എന്നാണ് വാർത്ത കിട്ടുന്നത്. അമേരിക്കയ്ക്കോ എങ്ങോട്ടോ, അതായത് നോമ്പെടുത്തത് കൊണ്ട് സ്പീഡായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അതായത് ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക് മുങ്ങിയെന്നാണ് കിട്ടുന്ന വിവരം. യുദ്ധം എന്ത് വേണമെങ്കിലും ചെയ്യൂ എന്നാണ് ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. പാവം അനുഭവിക്കുന്നത് അവിടുത്തെ ജനങ്ങളാണ്. അതായത് ഇസ്രായേലിലെ ഒരു കാര്യം പറയുകയാണ്. ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ 1000 പേര് മരിക്കുകയാണ്. 1000 പേര് മരിച്ചാലേ ഇസ്രായേൽ ഒരാളെന്ന് കണക്കാക്കപ്പെടൂ. അത്രയും വൃത്തികെട്ടവനാണ് ഈ ബെഞ്ചമിൻ നെതന്യാഹു. ഈ നെതന്യാഹു എന്ന വൃത്തികെട്ടവൻ ഉള്ളത് കൊണ്ട് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവിടെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല എന്നാണ് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ പറയുന്നത്. മാപ്പ് ഇറാനെ, മാപ്പ്, ഞങ്ങളോടൊന്ന് മാപ്പാക്കണം ഇറാനെ, നിങ്ങൾ വെടിവെക്കരുത് എന്നാണ് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ പറയുന്നത്. എങ്ങനെയെങ്കിലും കല്ലെറിഞ്ഞ് നെതന്യാഹുവിനെ കൊല്ലണമെന്നാണ് ഈ പറയുന്ന ഇസ്രായേലിലെ സാധാരണക്കാരായ പ്രേക്ഷകർ പറയുന്നത്. അതായത് ഇസ്രായേലിലെ ജനങ്ങൾ പറയുകയാണ്, നെതന്യാഹു ഒന്ന് ചത്ത് കിട്ടിയാൽ മതിയായിരുന്നു. നെതന്യാഹു ചത്ത് കിട്ടിയിട്ട് പുതിയൊരു പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാം. ഈ നായ്ക്ക്, നോമ്പിൽ അങ്ങനെ പറയാൻ പറ്റൂല, ഈ നായി ഉണ്ടല്ലോ, ഈ വൃത്തികെട്ട നെതന്യാഹു ഉണ്ടല്ലോ, യുദ്ധം തുടങ്ങി വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും ഓടുകയാണ്. അതിനുശേഷം സാധാരണക്കാരായ ജനങ്ങളല്ലേ ഇത് അനുഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രഭാഷണം നിങ്ങളൊന്ന് കേൾക്കണം. 1998 പറഞ്ഞ കാര്യം നിലവിൽ യാഥാർത്ഥ്യമായി സംഭവിച്ച ആ ഒരു കാര്യം നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. ഇറാനുമായി ഒരു യുദ്ധം സത്യമായി ഉണ്ടായിരിക്കും, യാതൊരു സംശയവും വേണ്ട. അത് നടന്നേ തീരും. അത് വളരെ താമസിയാതെ നടക്കുകയും ചെയ്യും. ഇറാനുമായി യുദ്ധം വന്നാൽ മിഡിൽ ഈസ്റ്റ് ഇനിയും അട്ടിമറിയും. മിഡിൽ ഈസ്റ്റ് അട്ടിമറിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക സ്രോതസ് മുഴുവനും നശിച്ചു. അതുകൊണ്ട് എക്കണോമിക്കൽ സിസ്റ്റത്തെ കൃത്യമാക്കാൻ നമ്മൾ പഠിക്കണം. സൂക്ഷിച്ച് ചെലവഴിക്കാൻ പഠിച്ചവർക്ക് ദാരിദ്ര്യം വരികയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് നിങ്ങളൊന്നും കൂടി ശ്രദ്ധിക്കണം. ഞാനിത് വളരെ പണ്ടേങ്ങളോട് പറയുന്നുണ്ട്. ഇനി ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇറാൻ. ഞാൻ 2000 മുതൽ പറയുന്ന അവസാനമാണ്. പഴയ കേസറ്റൊക്കെ കേട്ട അടുത്ത യുദ്ധം ഇറാനുമായാണ്. അത് ഭയാനകമായിരിക്കും. അതിന്
അതിനാരാ ചെയ്യുക? അതിന് മറ്റുള്ളവരാണ് ചെയ്യുക. എന്തുകൊണ്ട്? ഒരു നഷ്ടവും അവർക്കില്ല. നഷ്ടം ആർക്കാണുള്ളത്? പറ, ആർക്കാ നഷ്ടം സംഭവിക്കുക? മുസ്ലിമീങ്ങൾക്ക്. ഇറാൻ ഇനി ഒരിക്കലും അമേരിക്കയെ തിരിച്ചടിക്കില്ല. ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കുക എങ്ങനെയായിരിക്കും? ഒരു സാധാരണ നിലയിൽ ഒരു രാജ്യം തിരിച്ചടിക്കുകയും പോലെ ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ ഖത്തറിലോ സൗദിയിലോ പറ ഉള്ള അമേരിക്കൻ ക്യാമ്പുകളെ ആക്രമിക്കുകയാണ് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായും എന്തുണ്ടാവും? ആ രാഷ്ട്രം ആ പക്ഷത്ത് ചെയ്തു. ഇത് നടക്കൂലേ? നടക്കും. നടന്നേ തീരും. ഇറാനുമായി യുദ്ധം അനിവാര്യമാണ്. അത് നടന്നേ തീരും. അത് ഫിത്നത്തുൻ അമ്മാഉ സമ്മാഉ അമ്മിയാ. അത് കണ്ണില്ലാത്തയും കാതില്ലാത്തയും യുദ്ധമായിരിക്കും. മനുഷ്യരാശി ഇന്നുവരെ കണ്ടതിൽ വെച്ച് വലിയ യുദ്ധം സംഭവിക്കും. അതിന് ഇനി കാലതാമസമില്ല, സംഭവിച്ചിരിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇത് നിങ്ങൾ ആരോട് ചോദിച്ചാ പറയുന്നത്? ഇത് മുത്തുനബി പറഞ്ഞതാ, മുത്ത് മുഹമ്മദ് മുസ്തഫ. ഞാൻ കുറെ കാലങ്ങളായി നിങ്ങൾ കുറെ കാര്യങ്ങൾ പറയാറുണ്ട്. അതങ്ങനെ തന്നെ നടക്കാറുണ്ട്. അതിൽ കവടി നേരത്തെ പറയുന്ന വർത്താനല്ല. അതങ്ങനെ സംഭവിക്കും. അതിന്റെ രീതി അങ്ങനെയാണ്. അതിന്റെ രീതി കണ്ടാൽ അങ്ങനെയാണ്. അത് അങ്ങനെ വരൂ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അത് സംഭവിക്കും. അത് സംഭവിക്കും. സംഭവിച്ചത് കഴിഞ്ഞാൽ ഇനി മിഡിൽ ഈസ്റ്റിൽ യുദ്ധം ഉണ്ടായാൽ ഒരിക്കലും എക്കണോമിക്കൽ സിസ്റ്റം നേരെ നിർത്താൻ കഴിയൂല. അത് ഏറ്റവും ബാധിക്കുക കേരളത്തിനാണ്. അനാവശ്യമായ ഷോപ്പിങ്ങുകളിൽ പെണ്ണുങ്ങളെ നിയന്ത്രിക്കണം. ഇന്നത്തെ നമ്മളെ സാഹചര്യം ഇപ്പോഴും നമ്മളെ പെണ്ണുങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇതിനേക്കാൾ വലിയൊരു വിപത്താണ് നീ പറയാൻ പോകുന്നത്. എന്താ അല്ലേ? അതായത് ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെ പറഞ്ഞത് മണി പോലെ ശരിയായില്ലേ? അതായത് 2000-ന്റെ പ്രഭാഷണമാണ്. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇറാൻ ഇന്നലെ ആക്രമിച്ചത് ഖത്തറിലെ US സൈനിക കേന്ദ്രം. ഇദ്ദേഹം പറഞ്ഞതെന്താണ്? ഒന്നുകിൽ ഖത്തറിൻ്റെ, അല്ലെങ്കിൽ സൗദി അറേബ്യ, അല്ലെങ്കിൽ ബഹ്റൈൻ. ഇദ്ദേഹം എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോൾ നിലവിൽ സംഭവിക്കുന്നത്. ഞാൻ അതായത് ഞെട്ടലോടുകൂടിയാണ്. ഞാൻ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോണ്ടന്റേ ഞാൻ ചർച്ച ചെയ്തില്ല. ഞെട്ടിക്കുന്ന ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ വന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു വാർത്തയും കൂടി നമ്മളൊന്ന് കാണണം. അതായത് ഇസ്രായേൽ തകർന്ന് തരിപ്പണമാവുകയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഇദ്ദേഹം പറയുന്നത് ഇറാനാണ് ഏറ്റവും അവസാനം തോക്കുന്നത് എന്നാണ്. പക്ഷേ നിലവിൽ കിട്ടുന്ന വാർത്ത ഇസ്രായേലാണ് കത്തിച്ചാമ്പലാവുന്നത്. നിങ്ങൾ അതിൻ്റെ ഒരു വാർത്തയുടെ ക്ലിപ്പും കൂടി ഒന്ന് കേൾക്കണം. ഓക്കെ, മിസൈലിന്റെ ഭാഗങ്ങൾ താഴേക്ക് വീഴുമ്പോൾ സ്വാഭാവികമായും അത് ഏതെങ്കിലും മേഖലയിൽ വീഴുമോ എന്നറിയില്ല. അപ്പോഴും ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ടതിൽ അതത് രാഷ്ട്രങ്ങളിൽ നിന്ന് അഡ്വൈസറുകൾ കൃത്യമായി അവർ നൽകുന്നുണ്ട്. അത് കൃത്യമായി പാലിച്ചുകൊണ്ട് വീട്ടിനകത്ത് തന്നെ ഇരിക്കാൻ പരമാവധി ശ്രമിക്കുക എന്നത് മാത്രമാണ് അഭ്യർത്ഥന. PP ജെയിംസ് തുടർന്ന്. ജെയിംസ്, ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമാവുകയാണ്. ഇറാൻ അവരുടെ ആയത്തുള്ള അലി ഖമനേയിയുടെ നഷ്ടത്തിൽ അവർക്ക് ചെയ്യാൻ കഴിയാവുന്നതിന്റെ പരമാവധി പ്രത്യാക്രമണം അവർ ചെയ്യും. അതിലുപരി ഈ ഗൾഫ് മേഖലയിലെ എയർബേസുകളിലേക്ക് ആക്രമിക്കുന്നതാണ് നമ്മുടെ കൂടുതൽ. ഇതാ പ്രേക്ഷകർ കാണുന്നത് ടെല്ലവീവിലെ ദൃശ്യങ്ങളാണ്. ടെല്ലവീവ് അത് ഇസ്രായേലിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇത് അതിശക്തമായ ഒരു മിസൈൽ ആക്രമണത്തിന് തുടർച്ചയിൽ റോയിട്ടേഴ്സ് അടക്കം പുറത്തുവിടുന്ന ദൃശ്യങ്ങളാണ്. ടെല്ലവീവിൽ നമുക്ക് വരുന്ന ദൃശ്യങ്ങൾ, അവിടുത്തെ ആക്രമണത്തിന് ദൃശ്യങ്ങൾ വരുന്നത് കുറവാണ്. ബങ്കറുകളിലാണ് ഒട്ടുമിക്ക എല്ലാ ജനതയും. ടെല്ലവീവിന്റെ പ്രധാന മേഖലകളിൽ ഇറാന്റെ മിസൈലുകൾ പതിക്കുന്നുണ്ട്. വലിയ നാശം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ജെയിംസ് സാർ, ഇവിടെ ഗൾഫ് മേഖലയിലെ എങ്കിലും സമാധാനം എപ്പോൾ പുലരും എന്ന് പ്രതീക്ഷിക്കണം? ജെയിംസ് സാർ. ഹാഷ്മി, ഇപ്പൊ ഇറാൻ ഈ മണിക്കൂറുകളിൽ അതിശക്തമായി തിരിച്ചടിക്കുമെന്ന പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അതില് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാന്റെ പ്രസ്താവന തന്നെ വി വിൽ ഇറാഡിക്കേറ്റ് അമേരിക്കൻ സിയോണിസ്റ്റ് ഓപ്പറേഷൻ ആൻഡ് ക്രൈം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് this great crime will never remain unanswered and will turn a new page in the history of Islamic world. നിങ്ങൾ കത്തിച്ചാമ്പലാവുകയാണ് ഇസ്രായേൽ. അതിനുശേഷം ബെഞ്ചമിൻ നെതന്യാഹു പറയുകയാണ് ആക്രമണം തുടരും, ജനങ്ങൾ തെരുവിലിറങ്ങണം. അതായത് ഈ നായിയുണ്ടല്ലോ നെതന്യാഹു എന്ന് പറയുന്ന ഈ ചെറ്റ ഇപ്പോൾ പറയുകയാണ്, ഇസ്രായേലിലെ ജനങ്ങളോട് പറയുകയാണ് നിങ്ങളൊക്കെ മൊത്തത്തിൽ പുറത്തിറങ്ങി നടക്കണമെന്ന്. അതിനുശേഷം ഇവൻ എവിടെയെങ്കിലും പോയി ഒളിക്കുകയാണ്. നാണമുണ്ട് ഇവന്, ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ട് ഇവന്. അപ്പോൾ യുദ്ധം എല്ലാത്തിനും ഒരു കാര്യം പറയുകയാണ്, യുദ്ധം ഒന്നിനും പരിഹാരമല്ല. ഇസ്രായേലിലും കൊല്ലപ്പെടുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. ഒന്നും അറിയാത്ത നെതന്യാഹു കാരണം കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളാണ്. അതേപോലെ നിങ്ങൾ നോക്കൂ, ഇറാനിലെ ഇസ്രായേലിൻ്റെ നെതന്യാഹു എന്ന വൃത്തികെട്ട ജന്തു ഇറാനിൻ്റെ ചെറിയൊരു പിഞ്ചോമന കുട്ടികളുള്ള സ്കൂളിലേക്കാണ് ഇന്നലെ ബോംബിട്ടത്. നാണമുണ്ടോ നെതന്യാഹു?
നെതന്യാഹുവിനോട് ഒരു കാര്യം പറയുകയാണ്, നീ ചിരിക്കണം നെതന്യാഹു. ഒന്നെങ്കിൽ നീ ഇതിനകം കൊല്ലപ്പെട്ട് കഴിഞ്ഞു, ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും നീ തീരും, ബോംബ് കൊണ്ടേ നീ തീരും. നീ നല്ല സുഖമായിട്ട് ഒരു 10 വർഷം ജീവിച്ചിട്ട് അങ്ങനെ എല്ലാവരും മരിക്കുന്ന പോലെ നീ മരിക്കൂ നെതന്യാഹു. എന്തൊരു വൃത്തികെട്ടവനല്ലേ 3 ദിവസത്തെ ദുനിയാവിൽ നെതന്യാഹു പറയുവാണത്രേ. അതായത് പലസ്തീനികളെ, പിഞ്ചോമന കുട്ടികളെ കൊല്ലുമ്പോൾ അവരെ ഒരു വെടിക്കൊന്നും നിങ്ങൾ കൊല്ലരുത്, ഇഞ്ചിഞ്ചായി കൊല്ലണം എന്ന് നെതന്യാഹു പറയുകയാണ്. നാണമുണ്ടോ ഇവനെ വൃത്തികെട്ടവന്? ഇത്രയെങ്കിലും ഉളുപ്പുണ്ടോ ഈ വൃത്തികെട്ട ജന്തുവിന്? അപ്പോൾ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.